രാവിലെ കണ്ട കാഴ്ച ഇതാണ്. തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടുന്നത് കോലം വരയ്ക്കാനാണ്. മാമനെ മോനെ കടയിലേക്ക് പറഞ്ഞു വിട്ടത് തീർന്ന പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചു വന്നിട്ടുള്ള രംഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ വന്നപ്പോൾ കരിമ്പിൻ ജ്യൂസൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. പുസ്തകം വാങ്ങിച്ചുകൊണ്ടിരുന്ന എനിക്ക് അമ്മ ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ തന്നു. കുളിച്ച് ഫ്രഷ് ആയപ്പോൾ ഉറക്കം വരുന്നുണ്ട്. അമ്മേനെ അതിനെ താഴേക്ക് പറഞ്ഞു വിട്ടത് ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നിട്ട് ആദ്യമായി ചെയ്ത കാര്യം അതാണ്. ഇൻസ്റ്റാമാർട്ട് ഇൻസ്റ്റാൾ ചെയ്തു, തീർന്ന സാധനം വാങ്ങിച്ചു. ഡോർ സ്റ്റെപ്പിൽ അവർ നമുക്ക് സാധനങ്ങൾ എത്തിച്ചു തരും വിത്തിൻ മിനിറ്റ്സ്. അങ്ങനെ ദേ അവരെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ആദു കമ്മും ചുള്ളിയൊക്കെ ആയിട്ട് വന്നു. വൈകിട്ട് പാർക്കിൽ പോകാൻ റെഡി ആയപ്പോൾ ആദുവിനെ അമ്മയും കാണുന്നില്ല. താഴേക്ക് നോക്കിയപ്പോൾ അവിടെ പിള്ളേരൊക്കെ ആയിട്ട് കളിക്കുന്നു. ഏത് ഭാഷയിൽ പറഞ്ഞാണോ അവൻ മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മൂണെന്ന് പറഞ്ഞപ്പോൾ അത് മൂണല്ല അമ്പിളിമാമനാണെന്ന് പറഞ്ഞ് അവൻ അവർക്ക് തിരുത്തി കൊടുത്തു. അങ്ങനെ സ്റ്റെയർ ഇറങ്ങി നേരെ ചെല്ലുന്നത് ഗേറ്റിൻ്റെ അടുത്തേക്കാണ്. ഗേറ്റ് തുറന്ന് അവരുമായിട്ട് നേരെ പോകുന്നത് നമ്മൾ പാർക്കിലേക്കാണ്. പോകുന്ന വഴിക്കൊരു ചേച്ചി റോഡ് സൈഡിൽ തീയൊക്കെ കൂട്ടിയിട്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നു. ഒരെണ്ണത്തിന് 10 രൂപ. സ്വാതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോകുന്നത് ഈ പാർക്കിലേക്കാണ് കേട്ടോ. പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ പിള്ളേരെ ആകർഷിക്കാൻ ഐസ്ക്രീം വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ എല്ലാവരും അവിടെ ഇരുന്ന് കഥ പറിച്ചിട്ടും ഓരോരുത്തരും വർക്കൗട്ട് ചെയ്തിട്ടും കുറേ പേര് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നാട്ടിലെ ചായക്കടകളിലിരുന്ന് നമ്മൾ പറയുന്ന വിശേഷങ്ങൾ പോലെയാണ് അവരിവിടെ പാർക്കിൽ വന്നിരുന്ന് പറയുന്നത്. അതും ഓരോന്നിലിരുന്ന് ടെസ്റ്റ് ചെയ്യാണ്. അവസാനം അവന് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞപ്പം ദേ അതുപോലെയുള്ള ഒരു സാധനത്തിൽ ഞാൻ അവനെ കയറ്റി. ഓരോ പുതിയ വർക്കൗട്ട് അവൻ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ദേ ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും ചെയ്തു കൊടുത്തു. ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ. അങ്ങനെ സ്വാതിൽ കയറി നമ്മൾ പഴയതുപോലെ തന്നെ ചായയും പുണുകളും ഉള്ളിവടയും ഓർഡർ ചെയ്തു കേട്ടോ. ഉഴുന്നുവടയും ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മളത് കുടിക്കുന്നുണ്ട്. ആദ്യം ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ അവൻ ചായ അങ്ങനെ കുടിക്കാറില്ല. ഇവിടെ വന്നാൽ അവൻ ചായ മസ്റ്റായിട്ടും കുടിക്കും. അങ്ങനെ ആറ്റി അവന് ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ സ്റ്റെയർ കയറി വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം. ബൈ.